പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഷെഖീന ടിവിയിലെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുദ്ധീകരണാത്മാക്കളും നമ്മളും എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ആത്മാക്കൾ. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് അവർ. നമ്മളെയും മറിച്ച് സ്നേഹിക്കുന്ന ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഉള്ളത്. നമ്മളുടെ ഓരോരുത്തരുടെയും സ്നേഹം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നവരും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഉപരിയായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാകാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ 4 ദിവസങ്ങളിലോ നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ചും അവരും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എപ്രകാരം നമുക്കവരെ സഹായിക്കാമെന്നതിനെ കുറിച്ചുമൊക്കെ പുതിയ പുതിയ ബോധ്യങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ്? കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നമുക്ക് മാത്രമേ അവരെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് വെറുതെ ഒരു സഹായമല്ല, മറിച്ച് അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് വെന്തുരുകുന്ന ആത്മാക്കളുടെ ആ വേദനയും ആ നൊമ്പരവും ആ സഹനങ്ങളും എത്രമാത്രം കാഠിന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുവാനായി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ നമ്മുടെ ഒരു സമർപ്പണത്തിന് വേണ്ടിയോ വിശുദ്ധ ബലിയിൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയോ ഒക്കെ ദാഹിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് ആയിരിക്കുന്ന വിശുദ്ധാത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ. സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുവചനത്തിലെ യൂദാസിന്റെ ലേഖനം നമുക്കറിയാം. യൂദാസിന്റെ ലേഖനത്തിന് ഏക അധ്യായമേ ഉള്ളൂ, ഒരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 23-ാമത്തെ വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ച് കയറ്റുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ച് കയറ്റുവിൻ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഈ അഗ്നിയിൽ നിന്നും പിടിച്ചു കയറ്റുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, ഇന്ന് അവിടെയും ഇവിടെയുമൊക്കെ ചിലർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വചനാധിഷ്ഠിതമല്ല എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നുമൊക്കെ സമൂഹത്തെ, ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാ. യൂദാസിന്റെ ലേഖനത്തിന്റെ 23-ാം വചനത്തിലൂടെ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ച് കയറ്റുവിനെന്ന്. സഹോദരങ്ങളെ, അഗ്നിയിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മൾ ആരെങ്കിലും അഗ്നിയിൽ വീണാൽ നമ്മൾ നോക്കി നിൽക്കുമോ? ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടി അഗ്നിയിൽ വീണ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാൻ നാം ഓടി വരും, നാം മുന്നിട്ടിറങ്ങും. അതിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിട്ടേ നാം പിന്നോട്ട് മാറുകയുള്ളൂ. അത് ഈ ലോകത്തിലെ അഗ്നിയിൽ വീണ മനുഷ്യനെ അത്രമാത്രം നമ്മൾ സ്നേഹിച്ച് രക്ഷിക്കുമെങ്കിൽ ആത്മാവ്
വെന്തുരുകി അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ വേദന എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഈ രാത്രിയിൽ നാം ഒന്നു ചേർന്ന് സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന ശുശ്രൂഷയിലാണ് ഇന്ന് നാം ആയിരിക്കുക. അതിനാൽ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് യാചിക്കാം. നമ്മൾ ഒന്നു ചേർന്ന് ഇത്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ സന്തോഷപ്പെടുന്ന നമ്മളുമായി പങ്കുവെച്ചതുപോലെ ഇതൊരു കെട്ടുകഥയല്ല. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്ന് പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ വേദന ഊഹിക്കാവുന്നതിലപ്പുറത്താണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും മാത്രമേ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഈ അഗ്നിയിൽ നിന്നും പിടിച്ചു കയറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് യാചിക്കാം. അനുദിനം എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാനായി പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. വിളിക്കാം നമുക്ക് പരിശുദ്ധാത്മാവിനെ. ഒന്നു ചേർന്നൊരു സമൂഹമായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായി നിന്നുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ അനേകായിരം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഈ അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ദൈവം ഈ രാത്രിയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ചങ്കുരുകി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളെ കടന്നു വരണമേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന്, വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഓരോ മക്കളും പരിശുദ്ധാത്മാവേ, ആത്മാവിനോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുവാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി, സഭയായി, ഏക സഭയായി ഈ രാത്രിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുവാനായി ഞങ്ങളിതാ പരിശുദ്ധാത്മാവേ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. ഞങ്ങളിതാ മുന്നിട്ടിറങ്ങുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് സംബന്ധിക്കുന്ന, പങ്കുചേരുന്ന ഓരോ വ്യക്തികളുടെയും ഈ ഓരോ നിമിഷങ്ങളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വലിയ വിലപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ നിമിഷം വലിയ വിലയുള്ളതാണ്. ആർക്ക്? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് എന്ന ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ പെയ്തിറങ്ങി. ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഈശോയുടെ ആത്മാവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ശുദ്ധീരാത്മാക്കളുടെ സ്നേഹിതനായ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഈ നിമിഷം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരണമേ, വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. ആമേൻ.
പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളും ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ നിമിഷം നീ കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയെ ആത്മാവേ ഏറ്റെടുക്കണമേ. സ്വർഗീയ അഗ്നിയെ ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവിനോട് യാചിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷം ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈ ശുശ്രൂഷയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എപ്രകാരം സഹായിക്കാമെന്നുള്ള പുതിയ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൽ പ്രത്യേകിച്ച് അവരെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവരെ സഹായിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ത്യാഗങ്ങളും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഈ നിമിഷം ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളോട് കൂടി ആയിരിക്കണമേ, സഹായിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇതുപോലെ ഒരു നവംബർ മാസം 4 തീയതി 2007 തൻ്റെ സഭയോടുള്ള പ്രബോധനത്തിൽ ഇപ്രകാരം പങ്കുവയ്ക്കുകയുണ്ടായി. സഭാമക്കൾ ഒന്നു ചേർന്ന് എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയ്ക്ക് കടമയുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ത്യാഗങ്ങളും പരിഹാര പ്രവൃത്തികളും സഹനങ്ങളും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നാം കാഴ്ചവെച്ച് അവരെ സഹായിക്കണം. സഭയുടെ നേതാവായ സഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മാർപ്പാപ്പ നമ്മുമായി പങ്കുവയ്ക്കുന്നത് ഈ വലിയൊരു ബോധ്യമാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ അവഗണിക്കരുത്, അവരെ മാറ്റി നിർത്തരുത്. സഭയിലെ ഓരോ അംഗത്തിനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. വല്ലപ്പോഴുമല്ല, എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് സഭയുടെ ഉത്തരവാദിത്വമാണ് എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലമുണ്ടാകുന്നതിന്, നമ്മുടെ പ്രാർത്ഥനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുകയാണ് നമ്മുടെ ത്യാഗങ്ങൾ, പരിഹാര പ്രവൃത്തികൾ, സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ, ഈ രാത്രിയിൽ എപ്രകാരം
നമ്മുടെ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായകമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന വിഷയം. ശുദ്ധീകരണ സ്ഥലത്തിലെ നമ്മളും ആത്മാക്കളും നമ്മളും തമ്മിലുള്ള ഈ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നും ഈ ബന്ധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും സഹനങ്ങൾ നമുക്കും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്കും വലിയ അനുഗ്രഹമാക്കി മാറ്റുവാൻ സാധിക്കുമെന്നും മാർപ്പാപ്പ സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. സഹനമില്ലാത്ത ആരാണ് ഈ ലോകത്തിൽ ഉള്ളത്? എനിക്കുണ്ട് സഹനങ്ങൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് സഹനങ്ങൾ. വ്യത്യസ്തമായ സഹനങ്ങളിലൂടെ കടന്നുപോയി വിശുദ്ധീകരിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്രകാരമല്ലേ? സഹനങ്ങളെ നമ്മൾ ഭയക്കുകയാണ്. സഹനങ്ങൾ നമ്മൾ മാറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുക. അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പരിസരമാണ്, സഹനമില്ലാതെ ജീവിക്കുക. സഹനങ്ങൾ, വേദനകൾ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ സഹനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് സുഖമായി, വേദനയില്ലാത്ത, സഹനമില്ലാത്ത, രോഗമില്ലാത്ത, മാറ്റി നിർത്തപ്പെടാത്ത, ഒരുപക്ഷെ മരണമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. അതിൽ തെറ്റൊന്നുമില്ല. സഹനങ്ങളില്ലാതെ ജീവിക്കുക, വേദനയില്ലാതെ ജീവിക്കുക എന്ന ആഗ്രഹത്തിൽ തെറ്റൊന്നുമില്ല. എന്നാൽ എത്രമാത്രം ആഗ്രഹിച്ചാലും നിറവേറപ്പെടാത്ത ഒരു യാഥാർത്ഥ്യമാണ് സഹനം എന്നുള്ളത്. സഹനമില്ലാതെ ജീവിക്കുക എന്നുള്ളത്, വേദനയില്ലാതെ ജീവിക്കുക എന്നുള്ളത് എത്രമാത്രം ആഗ്രഹിച്ചാലും പ്രിയമുള്ള സഹോദരങ്ങളെ, അത് യാഥാർത്ഥ്യമായി മാറുവാൻ പോകുന്നില്ല. സഹനം നമ്മുടെ കൂടപ്പിറപ്പാണ്. വേദനകൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സഹനങ്ങളും വേദനയുമെന്ന് വചനത്തിലൂടെ തന്നെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: സഹനങ്ങൾ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ്, അത് മാറിപ്പോകില്ല. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സഹനങ്ങൾ എപ്രകാരം കൃപയാക്കി മാറ്റാം, ഈ സഹനങ്ങൾ എനിക്കും മറ്റുള്ളവർക്കും വലിയ അനുഗ്രഹമായി മാറ്റാം എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ രാത്രിയിൽ ദൈവം നമുക്ക് നൽകുക. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുലിഖിതം നമുക്കൊന്ന് ശ്രവിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3:12. അതിനു മുമ്പ് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണല്ലേ വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളത്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്ത്യാനിയാണ് എങ്കിൽ യേശുക്രിസ്തുവിനോട് ഐക്യമില്ലാതെ ജീവിച്ചിട്ട് എന്താ ഫലം? അതുകൊണ്ട് നമ്മുടെയൊക്കെ ആഗ്രഹം ഇതല്ലേ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടൊരു ജീവിതം ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിച്ച് ദൈവത്തിന് സമർപ്പിക്കുവാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം തിരുവചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുലിഖിതം: വിശുദ്ധ ജീവിതം നയിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഒരു വിശുദ്ധ ജീവിതം നയിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ സഹോദരങ്ങളെ, സഹനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പായി കൂടെ തന്നെ ഉണ്ടാകും. അത് മാറിപ്പോകില്ല.
ഈ സഹനം യേശുക്രിസ്തുവോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ മത തീവ്രവാദികളിൽ നിന്നോ, അല്ലെങ്കിൽ സഭയെ എതിർക്കുന്ന ചില വ്യക്തികളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ മാത്രമാകണമെന്ന് നിർബന്ധമില്ല. സഹനം വ്യക്തി ജീവിതത്തിലൂടെ കടന്നു വരാം, നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ കടന്നു വരാം, ചില സാഹചര്യങ്ങളിലൂടെ കടന്നു വരാം. നമ്മൾ ആഗ്രഹിച്ച ചില പ്രാർത്ഥനകളിൽ, നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ സാധിക്കാതെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അനുദിന ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ കർത്താവ് നമ്മെ വചനത്തോട് പഠിപ്പിച്ചത്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൾ തൻ്റെ അനുദിന കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആ കുരിശാണ് സഹനം. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC അതിൻ്റെ 1032 ഖണ്ഡികയിൽ കത്തോലിക്ക സഭ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: മരിച്ചവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മം, ദണ്ഡവിമോചനം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നിവ സഭ പ്രോത്സാഹിപ്പിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മം, ദണ്ഡവിമോചന കർമ്മങ്ങൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നിവ സഭ പ്രോത്സാഹിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രായശ്ചിത്ത പ്രവൃത്തികളും സഹനങ്ങളുമൊക്കെ സഭ തന്നെ നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആർക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഇത് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നമ്മൾ ഇപ്രകാരം ചിന്തിക്കാം: ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമ്മൾ ഇപ്രകാരം സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത്, ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സഹനങ്ങളുമൊക്കെ കാഴ്ചവെച്ച് സഹായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്ന ഒരു പ്രതിഫലം? പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹമായി നമ്മുടെ പ്രാർത്ഥന നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് പോലെയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ഏതെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അവർ സ്വർഗത്തിലിരുന്ന് ആരുടെ പ്രാർത്ഥന മൂലമാണോ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് എന്ന് അവർക്ക് വ്യക്തമായി അറിയാം. ആ വ്യക്തിയുടെ സഹനം, ആ വ്യക്തിയുടെ ആ പ്രാർത്ഥന, അതാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയിൽ നിന്നും സഹനത്തിൽ നിന്നും എന്നെ സ്വർഗത്തിലെ ഈശോയുടെ സന്നിധിയിലേക്ക് എത്തുവാൻ സഹായിച്ചെന്ന് തിരിച്ചറിവോടുകൂടി ഈശോയുടെ സന്നിധിയിലിരുന്ന് ഈ ആത്മാക്കൾ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ ആരും പ്രാർത്ഥിക്കാത്ത വിധം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സഹനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പാഴായി പോകാതെ അത് കൃപയാക്കി മാറ്റുവാൻ ഈ രാത്രിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മോട് യാചിക്കുകയാണ്. ഒരുപാട് സഹനങ്ങൾ, ഒരുപാട് നൊമ്പരങ്ങൾ, വേദനകൾ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പാഴായി പോകുന്നുണ്ട്. ഈ പാഴായി പോകുന്ന സഹനങ്ങളാണ് നമ്മൾ ഓർക്കാതെ തന്നെ, നമ്മൾ അറിയാതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ അനുദിനം നമ്മളെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ നൊമ്പരങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, തിക്താനുഭവങ്ങൾ, ഒറ്റപ്പെടുത്തലിൻ്റെ സാഹചര്യങ്ങൾ, കുറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ദാഹിച്ച് ദാഹിച്ച് കഴിയുകയാ. അത്
എനിക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെക്കാവോ? ആ രോഗം എനിക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെക്കാവോ? നമ്മളെ മറ്റുള്ളവർ അവഹേളിച്ച് മാറ്റി നിർത്തുമ്പോൾ ആ അവഹേളനം മോളെ പാഴാക്കി കളയാതെ എനിക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെക്കാവോ? അവർ ദാഹിക്കുകയാ, അവർ യാചിക്കുകയാ. നമ്മുടെ ഓരോ സഹനങ്ങൾ കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ ത്രിലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിയുടെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ ത്രിലിഖിതം: അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ദൈവചിന്തയോടുകൂടി സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന, അന്യായമായി മാറ്റി നിർത്തപ്പെടുന്ന, അന്യായമായി കുറ്റം ചാർത്തപ്പെടുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുന്നവരല്ലേ അനുദിനം. ഇത് അനുഗ്രഹമായി മാറുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാ. ഇതാർക്കാണ് അനുഗ്രഹമായി മാറുന്നത്? ഈ സഹനങ്ങൾ, അന്യായമായ നമ്മുടെ സഹനങ്ങൾ നമ്മൾ പാഴാക്കി കളയാതെ, സഹനങ്ങൾ നൽകിയ വ്യക്തികളെ കുറ്റപ്പെടുത്താതെ, പഴിക്കാതെ, അവരെക്കുറിച്ച് മറ്റ് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി പ്രതികാരം ചെയ്യാതെ, ഈ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കഴിയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ദിവസത്തിൻ്റെ എണ്ണം കുറയ്ക്കുവാനും, അവരുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ ശുദ്ധീകരിക്കപ്പെടുവാൻ എത്ര നാൾ ദൈവം തിരുമനസ്സായോ, ദൈവം എത്രനാൾ തീരുമാനിച്ചോ അതിൻ്റെ എണ്ണം കുറച്ച് എത്രയും വേഗം അവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ദൈവത്തിന് കൂട്ടിക്കൊണ്ടുപോകുവാൻ നാം അവരെ സഹായിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്രകാരമാണ് നമ്മുടെ സഹനങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കുന്നത്? അത് യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ യോഗ്യത കൊണ്ടാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ചില വിശുദ്ധർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ഇപ്രകാരം പറയുണ്ടായി: മോനെ, മോളെ, നിന്റെ സഹനം നീ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് എനിക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈശോ തൻ്റെ രക്ഷാകരമായ തിരുരക്തം കൊണ്ട് എന്നെ പൊതിയും. ഈശോയുടെ രക്തം കൊണ്ട് എന്നെ പൊതിയും. ഈശോയുടെ രക്തം കൊണ്ട് നിന്റെ സഹനം നീ കാഴ്ചവെക്കുമ്പോൾ പൊതിയും. കാരണം നിന്റെ വേദനയാണ് ഈശോ ഏറ്റെടുത്തിരിക്കുന്നത് കുരിശിൽ ഈശോ പാടുപീഡകൾ സഹിച്ചു, ചമ്മട്ടി കൊണ്ട് അടിയേറ്റു, ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടു. അവൻ്റെ തിരുമുറിവുകളിൽ നിന്ന് ലോകം മുഴുവനും ഒഴുക്കപ്പെടുന്ന അവിടുത്തെ രക്തം നീ ആ സഹനം ഏറ്റെടുക്കുമ്പോൾ, നിന്റെ വേദന നീ കുരിശോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ, അവിടുന്ന് എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ചിന്തിയ രക്തം ഇന്നും അവൻ രക്തം ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ യേശുക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തം കൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ പൊതിയുന്നു. അപ്രകാരം അവർക്ക് വലിയൊരു ആശ്വാസമായി മാറുന്നു. മാത്രമല്ല, ഇന്ന് എൻ്റെ രോഗം ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈശോ അവരെ, ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ തൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു. അവരുടെ കറകൾ ഈശോയുടെ രക്തം കൊണ്ട് കഴുകി അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആരാണ് അതിന് സഹായിച്ചത്? രോഗിയായ നീ. ഇന്ന് നീ അനുഭവിക്കുന്ന രോഗം എത്രമാത്രം വലുതായിക്കൊള്ളട്ടെ, അത് ക്യാൻസർ ആയിക്കൊള്ളട്ടെ, അത് കൊറോണ ആയിക്കൊള്ളട്ടെ, അത് ഏതെല്ലാം രോഗങ്ങളായിക്കൊള്ളട്ടെ, ഈ രോഗം മക്കളെ, ഈ അസുഖം, ഈ വേദന അത് പാഴാക്കി കളയരുതേ. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അഗ്നിയിൽ കിടന്ന് കേഴുകയാ, അത് അവർക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെക്കണമേ എന്ന്. അവഗണിക്കപ്പെടാതെ നമ്മുടെ വേദനകൾ, രോഗങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കഴിയുമ്പോൾ, ഈശോയുടെ കുരിശോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ, ഈശോ ശുദ്ധീകരണത്തിൽ കടന്നു ചെന്ന് എൻ്റെ രോഗം മൂലം അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, സ്വർഗത്തിലിരുന്ന് ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സംഭവം കാണുന്നുണ്ട്. അൽഫോൻസാമ പറഞ്ഞു, അൽഫോൻസാമയ്ക്ക് വലിയ സഹനമാണ്, പല രീതിയിലുള്ള സഹനങ്ങൾ, സമൂഹത്തിൽ നിന്നുള്ള സഹനങ്ങൾ,
ആന്തരികമായ സഹനങ്ങൾ, ആത്മീയമായ സഹനങ്ങൾ, ശാരീരികമായ സഹനങ്ങൾ, ബാഹ്യമായ സഹനങ്ങൾ ഇപ്രകാരം വെന്തുരുകുക. രോഗം ബാധിച്ച് അനങ്ങാൻ പറ്റാത്ത ശാരീരികമായ വേദന. ചില ദിവസങ്ങളിൽ 60 പ്രാവശ്യമൊക്കെ അൽഫോൻസാമ്മ ഛർദ്ദിച്ചു കൊണ്ടിരുന്നെന്നാണ് പറയുക. നമുക്കറിയാം, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഛർദ്ദി വന്ന് 2 പ്രാവശ്യം ഛർദ്ദിച്ചു കഴിയുമ്പോൾ എത്രമാത്രം വേദനയാ, എത്രമാത്രം അസ്വസ്ഥതയാ. 60 പ്രാവശ്യമൊക്കെ ഈ രോഗം മൂർച്ഛിച്ച് ഒരു ദിവസം ഛർദ്ദിച്ച് അവശയായി അൽഫോൻസാമ്മ കിടക്കുമ്പോഴും അൽഫോൻസാമ്മ ഇപ്രകാരം ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു: ഈശോയെ, നിന്നെ സ്നേഹിക്കുവാൻ എനിക്ക് ഇത്രമാത്രം സഹനം പോരാ. നിന്നെ സ്നേഹിക്കുവാൻ എനിക്ക് കൂടുതൽ സഹനം തരണം. നിന്നെ സ്നേഹിക്കുവാൻ എനിക്ക് കൂടുതൽ രോഗം തരണം. എൻ്റെ ഈ വേദന പോരാ. എന്നിട്ട് അൽഫോൻസാമ്മ ചെയ്തത് എന്താണെന്നോ? ഈ സഹനങ്ങൾ കൂടുതലായി കൂടുതലായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അൽഫോൻസാമ്മ പറഞ്ഞു: ഈശോയെ, ഈ വേദന ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. നിന്റെ കുരിശോട് ചേർത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഈ വേദന ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമുക്കറിയാമല്ലോ, ശുദ്ധീകരണ സ്ഥലത്തിൽ പല തട്ടുകളുണ്ട് എന്നുള്ള കാര്യം. ശുദ്ധീകരണ സ്ഥലത്തിൽ അവഗണിക്കപ്പെടുന്ന ആത്മാക്കളുണ്ട്. അൽഫോൻസാമ്മ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിൽ ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ ഈ ശരീരത്തിൻ്റെ ഈ രോഗം ഞാൻ കാഴ്ചവെക്കുന്നു. അതവൾ വല്ലപ്പോഴും അല്ല കാഴ്ചവെച്ചത്, ഓരോ മണിക്കൂറിലും ഈശോയോട് പറയും: ഈശോയെ, ഈ വേദന ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അവരെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി തൻ്റെ വേദന, തൻ്റെ രോഗം കാഴ്ചവെച്ച് ഈശോയുടെ കുരിശോട് ചേർത്ത് കാഴ്ചവെച്ച് അനേകായിരം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ട് അൽഫോൻസാമ്മ ഇന്ന് വിശുദ്ധയായിരിക്കുകയാണ്. സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് അതൊരു അനുഗ്രഹമാക്കി മാറ്റിക്കഴിയുമ്പോൾ നമ്മൾക്കും വിശുദ്ധരാകുവാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമ്മളെ സഹായിക്കും. ഞാൻ ഓർക്കുക, നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടാകും. ജീൻ മരിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ അനുഭവം എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു കാര്യമാണ്. ജീൻ മരിയ ഫ്രാൻസിൽ, ഇത് യഥാർത്ഥ സംഭവമാണ്. ഫ്രാൻസിൽ ഈ ജീൻ മരിയ എന്ന് പറയുന്ന സഹോദരി ഒരു ദിവസം ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദികൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചും നമ്മൾ അവരെ സഹായിക്കേണ്ടതിൻ്റെ നമ്മളെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും എപ്രകാരം നമുക്ക് അവരെ സഹായിക്കാമെന്നതിനെക്കുറിച്ചുമൊക്കെ വൈദികൻ പ്രസംഗിച്ചു. ഈ പ്രസംഗം ജീൻ മരിയയുടെ ജീവിതത്തെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. പ്രത്യേകിച്ചും വൈദികൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ശുദ്ധീകരണ സ്ഥലത്ത് ഈ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കൾ ചിലപ്പോൾ ഒരു വിശുദ്ധ ബലിയുടെ കുറവ് കൊണ്ടാകാം അവിടെ കിടക്കുന്നത്. കാരണം അവരുടെ ശുദ്ധീകരണമൊക്കെ ഏതാണ്ടൊക്കെ പൂർത്തിയായി. ഇനി ആരെങ്കിലും അവർക്ക് വേണ്ടി ഒരു ബലി അർപ്പിച്ച് കഴിയുമ്പോൾ അവരെ ഈശോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ആരുമില്ല, അവർ അവഗണിക്കപ്പെടുകയാ. അങ്ങനെ അനേക ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അവഗണിക്കപ്പെട്ട് കിടപ്പുണ്ട്, ആരും പ്രാർത്ഥിക്കാനില്ലാതെ. ജീൻ മരിയ ഈ അവസ്ഥയോർത്തു. ഇത്രമാത്രം സഹനത്തിൽ ഒരു ബലി അർപ്പിച്ച് ആ ബലിയിൽ ഈശോ ചിന്തിയ രക്തം കൊണ്ട് അവരെ കഴുകി ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് ഒരു ബലിയുടെ കുറവുള്ള അനേക ആത്മാക്കൾ അവൾ തീരുമാനിച്ചു: ഞാൻ എല്ലാ ദിവസവും ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും. അങ്ങനെ അവരുടെ ശുദ്ധീകരണമൊക്കെ പൂർത്തിയാക്കി ഒരു ബലിയുടെ കുറവ് കൊണ്ട് ഇപ്പോഴും ശുദ്ധീകരണത്തിലായിരിക്കുന്ന ആത്മാക്കളെ ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിലൂടെ സ്വർഗത്തിലേക്ക് എനിക്ക് കടത്തിവിടാൻ സാധിക്കുമല്ലോ, ഈശോയുടെ സ്ഥലം പറഞ്ഞയക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ ഓരോ ബലിയിലും അവൾ പറഞ്ഞു സാധിക്കപ്പെടുക ത്യാഗം ചെയ്ത്. യൂറോപ്പിലൊക്കെ മഞ്ഞുകാലത്ത് കൊടും മഞ്ഞാണ്, തണുപ്പാണ്, രാവിലെ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകാനൊക്കെ വലിയ സഹനമാണ്. ഈ സഹനം ഏറ്റെടുത്ത് അവൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോവുകയാണ്.
അങ്ങനെ എല്ലാ ദിവസവും ഈ ത്യാഗം ചെയ്ത് ഓരോ വിശുദ്ധ ബലിയും അവൾ പ്രകാരം ഈശോയെ ഈ വിശുദ്ധ ബലി ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾക്ക് പ്രത്യേകമായൊരു രോഗം വന്ന് അവളെ ആസ്പത്രിയിൽ ദൂരെയൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞു 2-3 മാസം ഇവിടെ കിടക്കണം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്നാൽ അവളൊരു വീട്ടിൽ ഒരു ജോലിക്കാരിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ജീൻമരിയുടെ മാതാപിതാക്കളോ സഹോദരങ്ങളൊന്നും അവൾക്കില്ല. അവളൊരു യജമാനത്തിയുടെ കൂടിയാണ് താമസിക്കുന്നത്. ഈ യജമാനത്തെ ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടാക്കി. അതിനുശേഷം 3 മാസത്തോളമൊക്കെ ചികിത്സയ്ക്ക് എടുക്കും. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ അവളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ആ യജമാനത്തി തിരിച്ചുപോയി. അങ്ങനെ അവൾ 3 മാസത്തോളം ചികിത്സ കഴിഞ്ഞ് ഒരു ഭേദപ്പെട്ട് അവൾ പുറത്തിറങ്ങി. അവളുടെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. എങ്കിൽ അവൾ നോക്കുമ്പോൾ തുച്ഛമായ ഒരു വിശുദ്ധ ബലി പോലും അർപ്പിക്കാൻ തികയാത്തത്ര വളരെ ചെറിയൊരു എമൗണ്ടാണ് അവളുടെ കയ്യിലുള്ളത്. അവൾ പുറത്തിറങ്ങിയപ്പോൾ അവൾ ചിന്തിച്ചു, എന്ത് ചെയ്യാം, എൻ്റെ യജമാനത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം അവൾ ഒത്തിരി ദൂരെയാണ്. 3 മാസമായി ഒരുപക്ഷെ മറ്റൊരു ജോലിക്കാരെ യജമാനത്തി നിയമിച്ചു കാണും. അങ്ങനെ അവൾ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ കുറേ നാളുകളായി വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ബലി അർപ്പണമൊക്കെ എനിക്ക് മുടങ്ങി ഈ രോഗം കാരണം. അപ്പോൾ അവൾ ആദ്യം ചിന്തിച്ചു, ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഈ ചെറിയ എമൗണ്ടിനോട് ഞാനൊരു വൈദികൻ്റെ അടുത്ത് ചെല്ലും, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കാൻ ആവശ്യപ്പെടും. കാരണം ഞാൻ അനുദിനം ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യം മുടങ്ങിപ്പോയി. അതുകൊണ്ട് അവളൊരു വൈദികൻ്റെ അടുത്ത് ചെന്ന് ഒരു ബലിയർപ്പിക്കാനുള്ള തുകയൊന്നുമില്ല എങ്കിലും ഈ ചില്ലിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കാമോ? വൈദികൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ അവളും ആ ബലിയിൽ സംബന്ധിച്ചു. വിശുദ്ധ ബലി വൈദികൻ അർപ്പിച്ചു. അങ്ങനെ ആ ദേവാലയം അവൾ പുറത്തേക്ക് വന്നപ്പോൾ ശ്രീമല സഹോദരങ്ങളെ, ഒരു യുവാവ് അവളെ കാത്തിരിച്ച് നിൽക്കുന്നത് അവൾ കണ്ടു. ഈ യുവാവ് അവളോട് ചോദിച്ചത്, എന്താ മുഖം ഇങ്ങനെ മ്ലാനതയോടെ ഇരിക്കുക, ഒരു ദുഃഖത്തോടെ ഇരിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇന്നപോലെ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ യജമാനത്തി എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് തിരിച്ചുപോയി. എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. എനിക്ക് പൈസയില്ല. ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്. ഒരു ജോലിയിൽ പ്രവേശിച്ച് ആരെങ്കിലും എനിക്കൊരു ജോലി നൽകി എന്നെ സഹായിച്ചാൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ യുവാവ് പറഞ്ഞു, നീ എന്തിനെ ഭയപ്പെടുന്നു? ഞാൻ ഇപ്പോൾ ഒരു ജോലിക്കാരിയെ അന്വേഷിക്കുന്ന ഒരു യജമാനത്തെ എനിക്കറിയാം. നീ എൻ്റെ കൂടെ വാ, ഞാൻ ആ വീട്ടിൽ നിന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഈ യുവാവ് ഇവളെയും കൂട്ടി ഒരു വീട്ടിലേക്ക് പോവുകയാണ്. നടന്ന് ഒരു വീട്ടിൽ ചെല്ലുന്നു. അവൾ പോകുന്ന വഴിക്കൊക്കെ യുവാവ് അവളോട് സംസാരിച്ചു, പല കാര്യങ്ങളെയൊക്കെ സംസാരിച്ചു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് അവൾ വീട് കാണിച്ചു കൊടുത്തിട്ട് യുവാവ് പറഞ്ഞു, ഇന്നതാണ് ഈ സ്ത്രീയുടെ പേര്. നീ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ ഇറങ്ങി വരും, അവളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഈ യുവാവ് അപ്രത്യക്ഷമായി. അങ്ങനെ ഈ സഹോദരി വീട്ടിൽ ചെന്ന് കോളിമ്പലടിച്ചു. ഈ യജമാനത്തി തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഇവള് പറഞ്ഞു, ഇവിടെ ഒരു ജോലിക്കാരിയെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ജോലി അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ ഈ യജമാനത്തിക്ക് അതിശയമായി. ഈ യജമാനത്തി പറഞ്ഞ്, അയ്യോ, നീ എങ്ങനെയാണ് ഞാനൊരു ജോലിക്കാരിയെ അന്വേഷിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞത്? ഞാൻ ഏതാണ്ട് മണിക്കൂറുകളെ ആയുള്ളല്ലോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും, ഞാൻ മറ്റുള്ളവരടുത്ത് പങ്കുവെച്ചിട്ടും ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇട്ടിട്ട് ഏതാനും മണിക്കൂറുകളെ ആയുള്ളൂ. ഇത് പുറത്തൊന്നും എത്താനുള്ള സമയം പോലും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ ഞാൻ ഇപ്രകാരം ജോലിക്കാരെ അന്വേഷിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞത്? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എന്നോടൊരു യുവാവ് പറഞ്ഞു അമ്മച്ചി ഒരു ജോലിക്കാരെ അന്വേഷിക്കുന്നുണ്ടെന്ന്. അപ്പോൾ സന്തോഷത്തോടു കൂടി അപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയ കാര്യവും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പങ്കുവെച്ചപ്പോൾ വളരെ വിശ്വാസത്തോടെയുള്ള ഒരു കത്തോലിക്കയായിരുന്നു ഈ അമ്മച്ചി. ഈ അമ്മച്ചി അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതൊക്കെ കേട്ട അമ്മച്ചിക്ക് സന്തോഷമായി. അങ്ങനെ അവൾ വീട്ടു ജോലി ആരംഭിച്ചു. അങ്ങനെ ജോലി ചെയ്ത് അവളെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഒരു മുറിയിൽ ചെന്നപ്പോൾ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി അവളെ വിളിച്ചു ചോദിച്ചു, അമ്മച്ചി ഇതാരാ ഈ ഫോട്ടോയിൽ ഇരിക്കുന്നേ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, കഴിഞ്ഞ വർഷം മരിച്ചുപോയ എൻ്റെ മകനാണ്. അപ്പോൾ ഈ മകൾ ഈ അമ്മച്ചിയോട് പറഞ്ഞു, ജീൻമരിയ പറഞ്ഞു, അമ്മച്ചി ഈ യുവാവാണ് എന്നെ ദേവാലയത്തിൽ നിന്ന് വീട്ടിൽ കൊണ്ട് വിട്ടത്. അമ്മച്ചി പറഞ്ഞു, അത് സാധിക്കില്ല, കാരണം അവനിവിടെ ഇല്ല, അവൻ മരിച്ചു പോയിട്ട് 1 വർഷമായി, അവൻ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ ജീൻമേരി പറയുന്നു, അമ്മച്ചി ഈ യുവാവ് തന്നെയാ. ഇതേ ആ കണ്ണിൻ്റെ താഴെയുള്ള ആ പാട് കണ്ടോ, എവിടെയോ ഒരു മുറിവേറ്റ ആ പാട് പോലും ഞാൻ ആ യുവാവിൻ്റെ മുഖത്ത് കണ്ടു.
പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് അവർ തിരിച്ചറിഞ്ഞത് ഇപ്രകാരമാ: ഈ സഹോദരി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം ബലിയർപ്പിച്ചും താൻ അർപ്പിക്കുന്ന വിശുദ്ധബലി കാഴ്ചവെച്ചുമൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ സഹോദരിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് ഒരു ശുദ്ധീകരണത്തിലെ ആത്മാവിനെ ഇവളെ സഹായിക്കാനായി അയക്കുകയാണ്. ഈ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മകൻ, ആ മകൻ തന്നെ ഇവളെ അവൻ്റെ വീട്ടിൽ തന്നെ ഈ അമ്മയുടെ അടുത്ത് സുരക്ഷിതമാക്കി കൊണ്ടാക്കി. അത് ദൈവത്തിൻ്റെ ഇടപെടല. ഇതാണ് സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മളെയും സഹായിക്കും. അവർ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ഇതുപോലെ അനേകരുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കൂടെ നടന്ന് അപകടങ്ങൾ രക്ഷിച്ച സാഹചര്യങ്ങളുണ്ട്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ സംരക്ഷണമായി നിന്നത് സഭയിൽ സാക്ഷ്യമുണ്ട്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ആരുമറിയാത്ത രഹസ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ചില വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് വലിയ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്കുള്ള ഭക്തിയുള്ള മക്കളെ രക്ഷിച്ചിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകുന്നില്ലെന്നും, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മുടെ ആവശ്യ സമയത്ത് ഈശോയോട് ചോദിച്ച് നേരിട്ട് വന്ന് സഹായിക്കുവാൻ പോലും അവർക്ക് സാധിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിവാണ് ഈ രാത്രിയിൽ ജീൻ മരിയയുടെ ജീവിത അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമുക്ക് വേണ്ടി, നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമ്മുടെ സഹനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന കാരണം നമ്മുടെ സഹനങ്ങളിലൂടെയാണ് അവർ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി നമ്മെ പഠിപ്പിക്കുന്നത്. കൊച്ചുത്രേസ്യ പുണ്യവതി ഇപ്രകാരം പറഞ്ഞു: സഹനങ്ങളിലൂടെ മാത്രമേ നമുക്ക് വിശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ. സഹനങ്ങൾ കാഴ്ചവെച്ചാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുക എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്തീന. വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ പ്രത്യേകമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്തീന നമുക്കൊന്ന് ഇപ്രകാരം വലിയൊരു സത്യം നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രവിക്കാം. വിശുദ്ധ ഫൗസ്തീന ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഇതാരാ പറഞ്ഞത്? ഈശോ ഫൗസ്തീനയോട് പറഞ്ഞു. ഈശോ നേരിട്ട് പറഞ്ഞ കാര്യം ഫൗസ്തീന പങ്കുവയ്ക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവരിക, എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക, അവരെ പീഡിപ്പിക്കുന്ന തീജ്വാലകളെ എൻ്റെ രക്തത്തിൻ്റെ പ്രവാഹം തണുപ്പിക്കട്ടെ. ഇവരെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. അവർക്ക് ആശ്വാസം നൽകാനുള്ള ശക്തി നിങ്ങളിലാണ് ഉള്ളത്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് ഈശോ തന്നെ ഫൗസ്തീനയെ പറയുക: മോളെ, ഇന്നത്തെ നിന്റെ പ്രാർത്ഥനയിൽ, ഇന്നത്തെ നിന്റെ സഹനത്തിലൂടെ, നിന്റെ വേദനയിലൂടെ, നൊമ്പരത്തിലൂടെ നീ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. നീ അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിന്റെ സഹനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഞാൻ എൻ്റെ രക്തം കൊണ്ട് അവരെ കഴുകും, അവരെ വിശുദ്ധീകരിക്കും. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. അവരെ പീഡിപ്പിക്കുന്ന തീജ്വാലകളെ എൻ്റെ രക്തത്തിൻ്റെ പ്രവാഹം തണുപ്പിക്കട്ടെ. നമ്മൾ ഓരോ സഹനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ പീഡിപ്പിക്കുന്ന തീജ്വാലകളെ യേശുക്രിസ്തുവിൻ്റെ രക്തം തണുപ്പിച്ചവരെ വിശുദ്ധീകരിക്കും. എന്നിട്ട് അവസാനം വിശുദ്ധ ഫൗസ്തീന പറഞ്ഞു തന്നാണ് നമ്മളൊക്കെ ഏറ്റെടുക്കണം. എന്താ പറഞ്ഞത്? ഈശോ അവരെ ഒത്തിരി സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന പോലെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഈശോ സ്നേഹിക്കുകയാ. ഇനി ഈശോ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈശോയ്ക്ക് അവരെ സഹായിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈശോ പറയുന്നു, നമ്മൾക്ക് മാത്രമേ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളും ഓരോ നൊമ്പരങ്ങളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കൃപയാക്കി മാറ്റുവാനുള്ള
ഒരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അനുദിന ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള ഒരു വിളിയാണ് ഇന്ന് ദൈവം നമുക്ക് നൽകുക. ഞാൻ ഓർക്കിയ സഹോദരങ്ങളെ, പോളണ്ടില് മെത്രാനായിരുന്ന അൽഫോൻസ് എന്ന് പറയുന്ന ഒരു മെത്രാൻ, ഈ മെത്രാൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പിന്നീട് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം രൂപതയിൽ അല്ലെങ്കിൽ മെത്രാസന മന്ദിരത്തിലൊക്കെ ഒത്തിരി സഹായിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരൻ മരിച്ചുപോയി. ഈ സഹോദരൻ കുറേ നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെട്ടു. അച്ഛന്മാരെയും മെത്രാനെയും ഒക്കെ സഹായിച്ചു കൊണ്ടിരുന്ന, ഒത്തിരി സ്നേഹത്തോടെ സഭയെ സ്നേഹിച്ചു കൊണ്ടിരുന്ന ഈ സഹോദരൻ മരിച്ചപ്പോൾ അനേകം വൈദികര്, ആർച്ച് ബിഷപ്പ് പോലും ഇദ്ദേഹത്തിന്, ഈ ആർച്ച് ബിഷപ്പിൻ്റെ പേര് അന്റോണിയോ എന്നാണ്, അൽഫോൻസ് അല്ല, അന്റോണിയോസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ്. ഈ ആർച്ച് ബിഷപ്പിനെ ഒത്തിരി സഹായിച്ച ഒരു സഹോദരൻ. രൂപതയിലെ മറ്റു മെത്രാന്മാരൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടി ബലിയർപ്പിച്ചു, പിതാവ് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുപോയി എന്നവർ തീരുമാനിച്ചു, അവർ വിശ്വസിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മരിച്ചുപോയ സഹോദരൻ വലിയ വേദനയോടുകൂടി അന്റോണിയോസ് മെത്രാപ്പോലിത്തയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം ഈ അഗ്നിയിൽ കിടന്ന് വലിയ വേദന അനുഭവിക്കുന്ന രീതിയിൽ വളരെ വേദനയോടുകൂടി പിടയുന്നതായിട്ട് തൻ്റെ ആർച്ച് ബിഷപ്പിൻ്റെ മുൻപിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ആർച്ച് ബിഷപ്പ് ഇദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര എന്തു പറ്റി? ഇപ്പോഴും സഹോദരൻ ശുദ്ധീകരണ സ്ഥലത്തിലാണോ? എത്രമാത്രം ബലികൾ, എത്രമാത്രം പ്രാർത്ഥനകൾ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിച്ചു, ഇനി ഇപ്പോഴും എന്താ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, പിതാവേ, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ അച്ഛന്മാരെയും മെത്രാനെയും ഒക്കെ സാധിക്കുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അത് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അതിൻ്റെ പ്രതിഫലം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം കിട്ടും. എന്നാൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഞാൻ അവഗണിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു ബോധ്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മകളും അതിൻ്റെ പ്രതിഫലമൊക്കെ എനിക്ക് സ്വർഗത്തിൽ കിട്ടും. എന്നാൽ എനിക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ അർപ്പിക്കുന്ന ഈ വിശുദ്ധ ബലിയും എനിക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രാർത്ഥനകളുമൊക്കെ ദൈവപിതാവ് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ഏത് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നോ, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ഏതൊക്കെ ആത്മാക്കളെ അവഗണിച്ചുവോ, ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി അർപ്പിക്കുന്ന ഈ വിശുദ്ധ ബലിയും പ്രാർത്ഥനകളുമൊക്കെ ആ ആത്മാക്കൾക്ക് നൽകി അവരെ രക്ഷിക്കുവാൻ പിതാവ് തിരുമനസ്സായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും അനേക വർഷം ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ അവഗണിച്ച് ജീവിച്ചതിൻ്റെ ആ കറകൾ ഞാൻ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് അനേക വർഷം കൂടി ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ യാഥാർത്ഥ്യമായ സംഭവങ്ങളാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും സഹനങ്ങളുമൊക്കെ കാഴ്ചവെച്ച് അവരെ സഹായിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി എപ്രകാരം നമ്മുടെ പരിത്യാഗങ്ങൾ, നമ്മുടെ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരെ സഹായിക്കാമെന്ന് കൂടി നമുക്കൊന്ന് കാണാം. എപ്രകാരം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും? ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിൽ ത്യാഗം ചെയ്ത് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. അതായത് നന്നായിട്ടൊക്കെ നല്ല ഭക്ഷണമൊക്കെയാണ്, എന്നാൽ അത് അല്പം കുറച്ചെടുത്തോ, അല്ലെങ്കിൽ ചില ഭക്ഷണപദാർത്ഥങ്ങൾ വേണ്ടെന്ന് വെച്ചോ, ചില്ലെങ്കിൽ ചില ഭക്ഷണപദാർത്ഥങ്ങളുടെ രുചി അല്പം കുറച്ചൊക്കെ നമ്മളത് ഏറ്റെടുത്ത് ആരും അറിയാതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാൻ നമ്മുടെ ഈ ചെറിയ ത്യാഗം ഈശോയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാ രക്ഷിക്കാൻ വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവർക്കത് അനുഗ്രഹമായി മാറും. ഞാൻ നമ്മുടെ നാട്ടിലെ നമ്മുടെ വിശുദ്ധ ഏപ്രാസി അമ്മയുടെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. ഇതൊന്നും ഒരുപക്ഷെ നമ്മളൊന്നും ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, എങ്കിലും എപ്രകാരമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വിശുദ്ധ ഏപ്രാസി അമ്മ സഹായിച്ചത് എന്നൊരു തിരിച്ചറിവിന് വേണ്ടി പറയുകയാണ്. ഏപ്രാസി അമ്മ രുചികരമായ ഭക്ഷണങ്ങൾ കിട്ടുമ്പോൾ ഈ ഭക്ഷണത്തിൽ
ഒന്നെങ്കിൽ ഉമ്മി, ഇല്ലെങ്കിൽ നമ്മുടെ നെല്ല് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഉമ്മി, അല്ലെങ്കിൽ തവിടെടുത്തിട്ട് ആ രുചികരമായ ഭക്ഷണത്തെ രുചി മാറ്റി ഭക്ഷിച്ച് ത്യാഗം ചെയ്ത് ആ ത്യാഗം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അനേകം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹനങ്ങൾ, ത്യാഗങ്ങൾ, പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് മനഃപൂർവ്വം വേദനകൾ സഹിച്ച് രുചി മാറ്റി വെച്ച് രുചിയില്ലാത്ത ഭക്ഷണം തവിടിട്ടൊക്കെ കഴിച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരെ സഹായിച്ചു. അപ്പോൾ എബ്രാസ്യമ്മയുടെ ജീവിതത്തിൽ അനേകം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അമ്മയെ നേരിട്ട് കാണാൻ വന്ന് നന്ദി പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇതൊക്കെ തൻ്റെ അമ്മയുടെ സഹനങ്ങളൊക്കെ കാഴ്ചവെച്ച് അവർ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോയോട് ചോദിച്ച് ഈശോ അവരെ അമ്മയോട് നന്ദി പറയാനായി അയച്ച അനുഭവങ്ങൾ എബ്രാസ്യമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഭക്ഷണത്തിൽ ത്യാഗം ചെയ്ത് നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ട്, ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും മറ്റു വിധത്തിലും കടന്നു വരുന്ന സന്തോഷങ്ങൾ പരിത്യജിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ സാധ്യമായൊരു കാര്യമാണ്. കാരണം എത്ര മണിക്കൂറുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയകളിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ ചെലവഴിക്കുന്നത്. അതൊരു സന്തോഷം നൽകുന്നു. അതിൻ്റെ അല്പം നേരമൊക്കെ അതിനു മുമ്പിൽ ചെലവഴിച്ച് അതിൻ്റെ സന്തോഷം എടുക്കുക തെറ്റൊന്നും ആണെന്നല്ല പറയുന്നത്. എന്നാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ചില സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത് മാറ്റിവെച്ച് അത് ത്യാഗമായി എടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി മൂന്ന്, നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ചെറിയ പരിത്യാഗമാണ്. മുട്ടുകുത്തി ജപമാലയ്ക്ക് ചെല്ലുമ്പോൾ പലരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആ വേദന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ കാഴ്ചവെച്ച് നമ്മൾ അവരെ സഹായിക്കുമ്പോൾ അനേകം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഒരുപക്ഷെ ഈശോ കൂട്ടിക്കൊണ്ടു പോകുവാൻ നമ്മളിലൂടെ ഇടവരികയാണ് ചെയ്യുക. ഇനി നാല്, കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പരിത്യാഗമല്ലേ? പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തു ജസീന്തയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും ലൂസിക്കും. അപ്പോൾ പിന്നീട് ആ മക്കൾ ചെയ്തത് അവരെ കൈവിരിച്ച് പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കൊച്ചു കുട്ടികളാ. എന്നിട്ട് പറയും, ഈ പ്രാർത്ഥന മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് പിടിച്ചുള്ള ഈ ത്യാഗം ഈശോയെ ഞങ്ങൾ കണ്ട ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങനെ 7, 9, 11 വയസ്സ് പ്രായത്തിൽ ഇവർ ത്യാഗം ചെയ്ത് ശരീരത്തിൽ ആ വേദന ഏറ്റെടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ വേണ്ടി കാഴ്ചവെച്ച് ഇന്നിതാ ഫ്രാൻസിസ്കോയും ജസീന്തയും വിശുദ്ധരായി മാറിയിരിക്കുന്നു. ഇനി അടുത്തത്, നല്ല ഭക്ഷണം മാറ്റിവെച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്ത് അനേകർ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിച്ചിട്ടുണ്ട്. വീണ്ടും ഫാത്തിമയിലെ കുട്ടികൾ അങ്ങനെ ചെയ്തു. അത് ഏറ്റവും ഇളയവൻ ഫ്രാൻസിസ്കോയാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത്. ഇന്ന് നമ്മൾ ഉച്ചഭക്ഷണം നമ്മുടെ ആടുകൾക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ അവർ വേറൊരു നല്ല ഉച്ചഭക്ഷണം, നല്ല രുചികരമായ ഭക്ഷണം കിട്ടിയപ്പോൾ ഫ്രാൻസിസ്കോ പറഞ്ഞു, നമ്മുടെ അടുത്ത് ആ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് നമുക്കിത് കൊണ്ടു കൊടുക്കാം. അങ്ങനെ അവർ ആ ഭക്ഷണം ത്യജിച്ച് ആ ത്യാഗം ഏറ്റെടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അത് കൃപയാക്കി മാറ്റി. അടുത്തത്, സ്വന്തം ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കുക, എനിക്കൊരു കുഴിമന്തി കഴിക്കണം. ഇന്ന് ഒരുപാട് അൽഫാം, കുഴിമന്തി, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കഴിക്കുന്നത് തെറ്റൊന്നും ആണെന്നല്ല പറയുന്നത്. എന്നാൽ എനിക്കത് കഴിക്കാനുള്ള ഇഷ്ടം, എന്തൊക്കെ ഇഷ്ടമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു മൂവി കാണണം, ഇല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു, പിന്നെ കൊറോണ കാലത്ത് ചിലപ്പോൾ ജോലിയൊക്കെ അല്പം ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മണിക്കൂറുകളുണ്ട്, എനിക്ക് കുറച്ചു നേരം കുറേ TV കാണില്ല, മൂവീസ് കാണണം. ഇങ്ങനെയൊക്കെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയങ്ങൾ അത് അല്പം ത്യജിച്ച് ത്യാഗം ചെയ്ത് മറ്റു നല്ല കാര്യങ്ങൾ ചെയ്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് നമുക്ക് അവർക്കൊരു അനുഗ്രഹമായി മാറുവാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് കൂടി ലഭിക്കുകയാണ്. അടുത്തത്, എളിമയിൽ അനുസരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുസരണം എന്നുള്ളത് വലിയൊരു പുണ്യമാണെന്നും ഇന്ന് കുടുംബത്തിലും സമൂഹത്തിലും സന്യാസ ജീവിതത്തിലും സഭയിലും ഒക്കെ
അനുസരണം ഇന്ന് വലിയ പ്രയാസകരമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുസരിക്കുമ്പോൾ എളിമപ്പെടുകയാണ് ചെയ്യുക. അനുസരിക്കാൻ വിഷമമുള്ള സാഹചര്യങ്ങളിൽ എളിമപ്പെട്ട് അനുസരിക്കുമ്പോൾ അതൊരു ത്യാഗമാണ്. അത് ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റി അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. കാരണം അവരുടെ സഹനങ്ങൾ അത്രമാത്രം കാഠിന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. അടുത്തതായിട്ട് നമ്മുടെ രോഗങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയും ഒക്കെ രോഗങ്ങൾ കാഴ്ചവെച്ചിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. ക്ഷയരോഗം പിടിപെട്ട് മറ്റ് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കൈപോലും അനക്കാൻ പറ്റാതെ ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി ആ വേദന സഹിച്ച് പൊക്കാൻ പറ്റാത്ത കൈ നീര് വെച്ച് പൊങ്ങുന്നത് കൈ കഷ്ടപ്പെട്ട് പൊക്കി ആ വേദന സഹിച്ച് മാറ്റിവെച്ച്, ഈശോയെ ഈ വേദന ഞാൻ ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. പൊക്കാൻ മേലാത്ത കാല്, അനക്കാൻ മേലാത്ത വ്രണങ്ങളൊക്കെ മൂടി വേദനിച്ച് കഴിയുമ്പോൾ ആ വേദന സഹിച്ച് ആ കാല് അല്പം ഉയർത്തി മാറ്റിവെച്ച് കൊച്ചുത്രേസ്യ പുണ്യവതി പറയും, ഈശോയെ ഈ വേദന ഞാൻ ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും ആ കുരിശ് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾ വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റിയ കൊച്ചുത്രേസ്യ പുണ്യവതി ഇന്ന് വിശുദ്ധയല്ലേ? ഇനി അടുത്തായിട്ട് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കിട്ടുന്ന തിരസ്കരണങ്ങൾ വിശുദ്ധ മറിയം ത്രേസ്യ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവരാലും താഴ്ന്നവളായി ഗണിക്കപ്പെട്ടവർ ഭാഗ്യവതി എന്ന് കരുതട്ടെ. തിരസ്കരിക്കപ്പെടുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ ആ ത്യാഗം, ആ വേദന, ആ സഹനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് നമ്മൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ ആ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലെത്തുവാൻ സഹായിക്കുമെന്ന് വിശുദ്ധ മറിയം ത്രേസ്യ നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളുമൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് എല്ലാം കൃപയാക്കി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ നമുക്ക് ഒരുപാട് സഹനങ്ങളുണ്ട്. ഒരു സഹനം പോലും പാഴാക്കി കളയാതെ അവർക്ക് ഒരു അനുഗ്രഹമാക്കി നമ്മുടെ ജീവിതങ്ങളും മാറുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പുണ്യവാളൻ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശന്ന് വലഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് തൻ്റെ കയ്യിലെ അപ്പക്കഷ്ണം മറച്ചു പിടിച്ചുകൊണ്ട് ആ വ്യക്തിയെ സഹായിക്കാതെ തിരിച്ചു പോകുന്ന ഒരു മനുഷ്യന് തുല്യരാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങുവാൻ പോകുന്ന ഒരു ക്രൈസ്തവനെന്ന്. അതായത് വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൊടുക്കാൻ തൻ്റെ കയ്യിൽ അപ്പക്കഷ്ണങ്ങളുണ്ട്. എന്നാൽ ആ വ്യക്തിയെ കണ്ടിട്ട് അത് കൊടുക്കാതെ മരിക്കുവാൻ അവനെ വിട്ടുകൊടുത്തിട്ട് ഒരു സഹായവും ചെയ്യാതെ തിരിച്ചു പോകുന്ന വ്യക്തിക്ക് തുല്യരാണ് ശുദ്ധീകരണ സ്ഥലി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ സഹനങ്ങൾ കാഴ്ചവെക്കാതെ ഉറങ്ങുവാൻ പോകുന്ന ക്രൈസ്തവരെന്ന്. വീണ്ടും അലക്സാണ്ടർ സിറിൽ പുണ്യവാളൻ മറ്റൊരു കാര്യം കൂടി ഉപമിക്കുന്നുണ്ട്. മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് മുങ്ങിത്താഴുന്ന ആ വ്യക്തിയെ രക്ഷിക്കുവാനുള്ള കഴിവുണ്ടായിട്ടും ഒരു സഹായഹസ്തം നീട്ടിക്കൊടുക്കാതെ കണ്ടില്ല എന്ന് നടിച്ച് തിരിച്ചു പോകുന്ന വ്യക്തിക്ക് തുല്യരാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങുവാൻ പോകുന്ന ക്രൈസ്തവരെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അത്രമാത്രം വിലപ്പെട്ടവരാണെന്നും നമ്മുടെ സഹനങ്ങൾക്ക്, നമ്മുടെ ഓരോ സമർപ്പണത്തിന്, നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുവാനുള്ള ശക്തിയുണ്ട് എന്നും നമ്മൾ അനുദിനം പാഴാക്കിക്കളയുന്ന നമ്മുടെ ഓരോ വേദനകളും നൊമ്പരങ്ങള് രോഗങ്ങള് എല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നമ്മളിൽ നിന്ന് ദാഹത്തോടെ കാത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മുടെ സഹനങ്ങളോ വേദനകളോ നൊമ്പരങ്ങളോ പാഴാക്കിക്കളയാതെ അവയെല്ലാം ഈശോയോട് കുരിശോട് ചേർത്ത് അനുദിനം ഓരോ മണിക്കൂറിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റി നമുക്കും
അനുഗ്രഹമുള്ളവരായി മാറാം. നമ്മുടെ ജീവിതം കൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അനുഗ്രഹിക്കപ്പെടുമാറ് നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സഹനങ്ങളും വലിയ വലിയ സഹനങ്ങളും കർത്താവിൻ്റെ കുരിശോട് നമുക്ക് ചേർത്ത് വെച്ച് അവരെ നമുക്ക് സഹായിക്കാം. പ്രിയമുള്ളവരെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമ്മുടെ പാദ്രപിയോയ്ക്കും വിശുദ്ധ പാദ്രപിയോയ്ക്കും മറ്റു പല വിശുദ്ധർക്കുമൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു കൊടുത്ത 2 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും 2 സമയത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നു. ഒന്ന്, ആരെങ്കിലും ഒരു വിശുദ്ധ ബലിയിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ ഈശോയുടെ രക്തം കൊണ്ട് അവർ പൊതിയപ്പെടും. ഈശോ തന്നെ നേരത്തെ പറഞ്ഞതില്ലേ, നമുക്ക് ഓരോ വിശുദ്ധ ബലിയിലും നമ്മൾ അർപ്പിക്കുന്ന എത്രമാത്രം വിശുദ്ധ ബലികൾ നമ്മൾ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഒരു നിയോഗം സമർപ്പിക്കാതെ നമ്മൾ പോകുന്നു, ബലി അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വരുന്നു. എന്നാൽ ഓരോ വിശുദ്ധ കുർബാനകളും ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമ്മൾ ഓർക്കണം. ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രക്തം കൊണ്ട് ആ നിമിഷം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ കഴുകുന്നു, അവരെ വിശുദ്ധീകരിക്കുന്നു, അവരെ സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഓരോ ബലിയർപ്പണവും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ദാഹത്തോടുകൂടി കാത്തിരിക്കുകയാണ്. രണ്ടാമതായി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വെളിപ്പെടുത്തി കൊടുത്ത് ഇപ്രകാരമാ: പരിശുദ്ധ കന്യകാ മറിയം ശുദ്ധീകരണത്തിൽ കടന്നു ചെല്ലുന്ന ദിവസങ്ങളുണ്ട്, നിമിഷങ്ങളുണ്ട്. അമ്മ ശുദ്ധീകരണത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു കുളിർമ അനുഭവപ്പെടുന്നുവെന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസമാണ് എന്നും അവർ പങ്കുവച്ചിട്ടുണ്ട്. എപ്രകാരമാണ് പരിശുദ്ധ അമ്മ അവിടെ കടന്നു ചെല്ലുന്നത്? നമ്മൾ ഈ ലോകത്ത് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറുന്നു. അമ്മയുടെ സാന്നിധ്യം അവർക്ക് ലഭിക്കുന്നു. ഒപ്പം പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി അവസാനമായി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ദണ്ഡവിമോചനം നേടിക്കൊണ്ട് നമുക്കവരെ സഹായിക്കാൻ സാധിക്കും. വിശുദ്ധ കൊച്ചു തെരേസ്യ പുണ്യവതി തൻ്റെ മരണസമയത്ത് തൻ്റെ അവസാന അന്തിമ വാക്കുകളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രവിക്കാം. കൊച്ചു തെരേസ്യ പുണ്യവതി തൻ്റെ അന്തിമ വാക്കുകളിൽ ഇപ്രകാരം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഈശോയുടെ ആ ക്രൂശിത രൂപം നിങ്ങൾ എൻ്റെ കയ്യിലേക്കൊന്ന് തരൂ, ഞാൻ ഈശോയുടെ ക്രൂശിത രൂപം ഒന്ന് ചുംബിച്ചോട്ടെ. അങ്ങനെ ഈശോയുടെ ക്രൂശിത രൂപം ചുംബിച്ചുകൊണ്ട് ഞാൻ ദണ്ഡവിമോചനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഒന്ന് സഹായിച്ചോട്ടെ. അവസാന നിമിഷം പോലും ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ടുള്ള ഒരു ദാഹം കൊച്ചു തെരേസ്യ പുണ്യവതിക്കുണ്ട്. പുണ്യവതി പറഞ്ഞു വരുന്ന വലിയൊരു കാര്യപ്രകാരമാണ് ദണ്ഡവിമോചനം നമ്മൾ സ്വീകരിച്ച് കാഴ്ചവെക്കുമ്പോൾ, അത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവർക്ക് വലിയ അനുഗ്രഹമായി മാറുന്നു. അവരെ സ്വർഗത്തിലേക്ക് അത് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇടയാകുന്നു. എന്താണ് ദണ്ഡവിമോചനം? നമുക്കറിയാം. ദണ്ഡവിമോചനം നമ്മുടെ കടങ്ങളും ക്വറുതിയും എല്ലാം ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ ഈശോ കർത്താവ് എടുത്തു മാറ്റുന്നതാണ് ദണ്ഡവിമോചനം. നമുക്കറിയാം. പല രീതിയിൽ പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനം സ്വീകരിച്ച് നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കും. നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളാണ് സാധാരണ വർഷങ്ങളിൽ നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ വർഷം നവംബർ മാസം 1 മുതൽ 30-ആം തീയതി വരെ എല്ലാ ദിവസവും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദണ്ഡവിമോചനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. എപ്രകാരമാണ് നമ്മളതിൻ്റെ വ്യവസ്ഥകൾ പാലിക്കണം? എന്താണ് വ്യവസ്ഥ? ഒന്ന്, നമ്മൾ കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച ശേഷം ഏതെങ്കിലും ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ സെമിത്തേരികളോ സന്ദർശിച്ച് വിശ്വാസ പ്രമാണവും അതോടൊപ്പം തന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാഴ്ചവെക്കുമ്പോൾ ദണ്ഡവിമോചനം ലഭിക്കുകയാണ്. ഇപ്രകാരം എല്ലാ ദിവസവും നമുക്ക് ഈ നവംബർ മാസത്തിൽ ദണ്ഡവിമോചനം ഏറ്റെടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ദണ്ഡവിമോചന വ്യവസ്ഥകൾ പാലിച്ച് നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുകയാണ്. എല്ലാ ദിവസവും 14 കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങൾ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡവിമോചനം കിട്ടുന്നു. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഒന്ന് ചേർന്നിരുന്ന് കുടുംബസമേതം പരിശുദ്ധ ജപമാല ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡവിമോചനം കിട്ടുന്നു. വ്യവസ്ഥകളോട് കൂടി പ്രാർത്ഥിക്കുക.
നമ്മൾ നമ്മുടെ മുറിയിലിരുന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം, ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അരമണിക്കൂർ വിശുദ്ധ വചനം വായിച്ച് നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവർക്ക് ദണ്ഡവിമോചനത്തിന് കൃപ കിട്ടുന്നു. ഇപ്രകാരം നിരവധിയായ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് സഭയിൽ ഏറ്റെടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രാത്രി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ, അനേകം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകപ്പെടുവാൻ എൻ്റെയും നിങ്ങളുടെയും പരിത്യാഗങ്ങൾക്കും ത്യാഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഇടവരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വിശുദ്ധീകരിച്ച് തൻ്റെ രക്തം കൊണ്ട് അവരുടെ പാപക്കറകളും കടങ്ങളുമെല്ലാം കഴുകി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അണയാം. ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കടന്നു വന്ന് ദിവികാരുണ്യ ഈശോയെ ഒരു സഭയായി നമ്മൾ ഒന്നുചേർന്നൊരു സമൂഹമായി ആരാധിച്ച് ഈ രാത്രിയിൽ അനേക ലക്ഷം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്ക് സഹായിക്കാം. സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുക, കിടക്കുക. സാധിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്ന് ദിവികാരുണ്യ ഈശോയെ നമ്മുടെ സന്നിധിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന 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 ആരാധന. ഒറ്റ വിളി യേശുവേ. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരെങ്കിലുമൊക്കെ ശുദ്ധീകരണത്തിലുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ദിവികാരുണ്യ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. നമ്മുടെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന ഇന്ന് ശുദ്ധീകരിച്ച സകല ആത്മാക്കളും ഈ നിമിഷം ഈശോ രക്തത്താൽ കഴുകി സ്വർഗ്ഗത്തിലേക്ക് ഏറ്റെടുക്കപ്പെട്ട പേര് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. യേശു നാമത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റിക്കറുവ റിക്കറിയ ജുബർക്കറുവ റിക്കറിയ ജുബർക്കറുവ റിക്കറിയ. യേശുവേ 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 യേശുവേ. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ കരുണയായിരിക്കണമേ.
യേശുവേ രക്ഷക, യേശുവേ രക്ഷക. അങ്ങനെ രക്തത്താൽ ശുദ്ധീകരണത്തിന്റെ ആത്മാക്കളെ ഈ നിമിഷം കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Jesus Christ, in the name of 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 യേശുവേ, Jesus നിന്റെ Christ, നാമത്തിൽ in ഞങ്ങൾ the പ്രാർത്ഥിക്കുന്നു. name of Jesus Christ, in the power 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 of Jesus Christ, Jesus, in the power of Savior. Jesus Christ, in Hallelujah. the power of Jesus Christ, in the power of Jesus. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിച്ചുവേ. യേശുവേ, ഹല 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 ഹല, ബലറിയ, റിക്കാർ, ഈശോയേ, ശുദ്ധീകരണത്തിന്റെ ആത്മാക്കളുടെ കരുണയായിരിക്കണമേ. ഈശോയേ, നിന്റെ രക്തത്താൽ ഇപ്പോൾ ശുദ്ധീകരണത്തിന്റെ ആത്മാക്കളെ കഴുകണമേ. ചുമരിക്കാർ വരുമ്പരി, ചുമരിക്കാർ വരുമ്പരി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചിന്തി ഞങ്ങളെ രക്ഷിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനേകര് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ആയിട്ട് ശുദ്ധീകരണത്തിലുണ്ടാകാം. ഇപ്പോൾ ദിവികാരൻ്റെ നാഥൻ്റെ സന്നിധിയിലായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും വീട്ടുപേര് പറഞ്ഞ്, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും വീട്ടുപേര് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയ സകലരെയും ദിവികാരൻ ഈശോയുടെ സന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിക്കാം. നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ വീട്ടുപേര് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ അപ്പൻ്റെ വീട്ടുപേര് കഴിഞ്ഞ 10-40 തലമുറകളിൽ നിന്ന് മരിച്ചുപോയവരെ ദിവികാരൻ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നമ്മുടെ പ്രിയപ്പെട്ടവര്, നമുക്ക് ജന്മം നൽകിയവര്, നമ്മളെ സ്നേഹിച്ചവര്, ഒരുപക്ഷെ ഈ ഒരു മണിക്കൂറിന് വേണ്ടി ശുദ്ധീകരണത്തിൽ ദാഹിച്ചിരിക്കുന്നവരാ. ഈശോയുടെ സന്നിധിയിൽ നിന്ന് ഓർക്കാൻ, ഈശോ രക്തം കൊണ്ടുവന്ന് കഴുകാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നേരത്തെ ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ നമ്മുടെ കാരണന്മാർ ചൊല്ലിക്കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ആരംഭം ഇപ്രകാരമായിരുന്നു: ഒരു 5 സ്വർഗസ്നപിതാവും 5 നന്മ പറഞ്ഞു പറയും, 5 പിതാവിനും പുത്രനും 5 മരിച്ച വിശ്വാസികളെ ആത്മാക്കൾക്കും ചൊല്ലി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി എല്ലാ കുടുംബങ്ങളിലും എല്ലാ സന്ധ്യാപ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത് പല കുടുംബങ്ങളിൽ നിന്നും കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെയൊക്കെ കാരണവന്മാർ മരിച്ചുപോയ നമ്മുടെ അപ്പന് വേണ്ടിയും വല്യപ്പന്മാർക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന അവരുടെ മരണ വാർഷിക ദിനത്തിൽ മാത്രമേ ചുരുങ്ങിയിരിക്കുകയാണ്. അത് വലിയ അപകടകരമാണ്. അതിൻ്റെ തീരം നമ്മുടെ കാരണന്മാർ നമുക്ക് പ്രാർത്ഥന യാചിക്കുന്നുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ ദിവ്യകാരുണ്യയുടെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്ത് നിർത്തിക്കേ. അവരെത്ര വർഷം മുമ്പ് മരിച്ചു പോയതാണല്ലോ, സ്വർഗത്തിൽ എത്തിയെന്നൊന്നും കരുതണ്ട. എത്തിയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് മറ്റുള്ള ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കൊടുത്തുകൊള്ളും. ഒരു പ്രാർത്ഥനയും പാഴായി പോകുന്നില്ല. ഞാൻ എൻ്റെ വല്യപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ വല്യപ്പൻ സ്വർഗത്തിലാണെങ്കിൽ ആ പ്രാർത്ഥന കർത്താവ് അത് ആവശ്യമുള്ള മറ്റൊരു ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണത്തെ സകല ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഗായക സംഘത്തോട് ചേർന്ന് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യം തന്നെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ തലമുറകളിൽ നിന്ന് ശുദ്ധീകരണത്തിലായിരിക്കുന്ന സകലരെയും
അവരുടെ മക്കളെന്ന നിലയിൽ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. ദൈവകരുണ നമ്മുടെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ, കഴിഞ്ഞ 10-40 തലമുറകളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ നിമിഷം ഐക്യപ്പെടുന്നതിന് വേണ്ടി, ഈശോ രക്തത്താൽ അവർ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. ഈശോയെ, മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലേ. ഈശോയെ, മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. കർത്താവേ, നിന്റെ മക്കളെ ഉപേക്ഷിക്കരുതേ. ഈശോയെ, മാമോദീസയോട് നിന്റെ സഭയിൽ അംഗങ്ങളായി നിന്നെ സ്നേഹിച്ച ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾ ഓരോരുത്തരെയും കർത്താവേ, ഒരു സഭയായി കൂട്ടായ്മയായി നിന്റെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഈശോയെ അങ്ങയുടെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്ന സകല പൂർവികരെയും കഴിഞ്ഞ 10-40 തലമുറകളെ ഈശോയെ ഈ നിമിഷം സമർപ്പിക്കുന്നു. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. ഈശോയെ, ഈ നിമിഷത്തിൽ സഭയെ നയിക്കുവാൻ പൗരോഹിത്യമെന്ന ദാനം നൽകി പുരോഹിതരായി അഭിഷേകം ചെയ്ത് തൻ്റെ ഈ ലോക ശുശ്രൂഷകൾക്ക് ശേഷം ശുദ്ധീകരണത്തിലായിരിക്കുന്ന സകല പുരോഹിതരുടെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ പരിശ്രമിച്ചപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും പാപത്തിന്റെ കറകളോ തെറ്റുകളോ കുറ്റങ്ങളോ ഈ ആത്മാക്കളിലേക്ക് കടന്നു വന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ ഈശോയെ, നിന്റെ കുരിശിൻ ചുടവെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, വർഷങ്ങളായി ശുദ്ധീകരണത്തിലായിരിക്കുന്ന എല്ലാ പുരോഹിതരെയും ഈശോയെ അങ്ങയുടെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണത്തിലുള്ള സകല അഭിഷിക്തരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഇപ്പോൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അലിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. ഈശോയെ, നിന്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുകയും നിന്റെ തിരുശരീര രക്തങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും നിന്റെ വിശുദ്ധ ബലി അർപ്പിച്ച് നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്ത നിന്റെ പ്രിയപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തിലെ സകല പുരോഹിതരെയും കർത്താവേ, നീ ഉപേക്ഷിക്കരുതേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അലിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. പൊന്നു തമ്പുരാനെ, സമർപ്പിത ജീവിതത്തിലേക്ക് അങ്ങ് വിളിച്ച അങ്ങയുടെ പ്രിയപ്പെട്ട സന്യസ്തര്, സമർപ്പിതര്, ശുദ്ധീകരണത്തിൽ അനേകം സന്യസ്തര്, സമർപ്പിതര് നിന്റെ ഒരു ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മ ശുദ്ധീകരണത്തിൽ ചെന്നപ്പോൾ ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾ കണ്ടല്ലോ. എല്ലാ സമർപ്പിതര്, സന്യസ്തര് പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ കടന്നു പിടിച്ചുകൊണ്ട് ഒരു ജപമാല, ഒരു നന്മ നിറഞ്ഞ പറയാം ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. കർത്താവേ, 10,000-ങ്ങളല്ല, ലക്ഷക്കണക്കിന് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ശുദ്ധീകരണത്തിൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ ഞങ്ങളുടെ സമർപ്പിതരെയും സന്യസ്തരെയും ശുദ്ധീകരണത്തിലെ സകല സന്യസ്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ സന്യസ്തരുടെ മേലും ശുദ്ധീകരണത്തിലെ സമർപ്പിതരുടെ മേലും അങ്ങയുടെ തിരക്തം തളിച്ച്
അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ അങ്ങേൽപ്പിച്ച ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന പാപത്തിന്റെ കറകള്, തെറ്റുകള്, കുറ്റങ്ങള്, പോരായ്മകള് ഈശോയെ നിന്റെ രക്തം കൊണ്ടിപ്പോൾ കഴുകി ശുദ്ധീകരണത്തിലെ സകല സന്യസ്തരെയും സകല സമർപ്പിതരെയും ഇപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ ആരും അപേക്ഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോ മൃതരിൽ ജീവനുദിക്കുന്നു. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുവാനായി വിളിക്കപ്പെട്ടവർ, അങ്ങയുടെ ശുശ്രൂഷകൾക്കായി വേർതിരിക്കപ്പെട്ടവർ, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച ഈ ശുശ്രൂഷ ജീവിതത്തിൽ വന്ന ഏതെങ്കിലും ഒരു പോരായ്മ അങ്ങ് ഏറ്റെടുത്തവരെ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നീ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നീ കനിയേണമേ. ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന സകല ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറകൾ വിശ്വാസം നഷ്ടപ്പെട്ട് പ്രത്യേക ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കർത്താവേ, തലമുറകൾക്ക്, മക്കളുടെ മക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് ഒരു ബലിയർപ്പിക്കുവാനോ ഒരു ജപമാല ചൊല്ലുവാനോ ഒന്ന് പ്രാർത്ഥിക്കുവാനോ ആരുമില്ലാതെ ശുദ്ധീകരണ സ്ഥലത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന സകല ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെയും ഈശോയെ അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്റെ രക്തത്താൽ ഈ മക്കളെ ഈ നിമിഷം കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നീ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നീ കനിയേണമേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളെയും ദിവികാരുണ്യ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെ കുറിച്ചുള്ള ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ മുട്ടുമേ നിൽക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവര്, പ്രാർത്ഥിക്കാൻ ആരുമില്ല ശുദ്ധീകരണ സ്ഥല ആത്മാക്കള്, വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്നവര്, പ്രിയമുള്ള സഹോദരങ്ങളെ, അവഗണിക്കപ്പെടുന്ന ആത്മാക്കള്, ഇവരെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ആത്മാക്കളെ, നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ, മകനെ മകളെ, നീ ഇന്ന് രോഗിയാണോ? നിനക്ക് എന്തെങ്കിലും സഹനമുണ്ടോ? നീ ഇന്ന് തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നീ ഇന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നീ കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ആ വേദനകൾ, സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് എന്ന് കാഴ്ചവെച്ച ഈ നിമിഷത്തിൽ നിന്റെ സഹനങ്ങൾ ഇനി പാഴാക്കി കളയരുതേ. നിന്റെ സഹനങ്ങൾ ഇനി ശുദ്ധീകരണത്തിൽ അവഗണിച്ചുകൊണ്ട് അത് പാഴായി പോകാൻ അനുവദിക്കരുതേ. നമുക്കെല്ലാം നമ്മുടെ സഹനങ്ങളും ഈശോയുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ ലുത്തിനിയെ ചൊല്ലി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ മുട്ടുമേൽ നിൽക്കുക. നമുക്ക് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഭൂലോ രക്ഷനായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, റുഹാദ് ഖുദ്ദൂസ് തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇനി നിങ്ങളുടെ പ്രതിവചന സങ്കീർത്തനമായി പ്രത്യുത്തരമായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക.
പരിശുദ്ധ മറിയമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തമ്പുരാന്റെ പുണ്യജനനി, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായേലേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നവവൃന്ദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സകല മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നാപക യോഹന്നാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മുഖ്യ പിതാക്കന്മാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പത്രോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പൗലോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്ലീഹന്മാരും അപ്പസ്തോലന്മാരുമായ സകല വിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ എസ്തപ്പാനോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വേദസാക്ഷികളുടെ സകല പരിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഗ്രിഗോറിയോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അംബ്രോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മെത്രാന്മാരും അന്തകരുമായ സകല പരിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ചാവറക്കുര്യാക്കോസ് ഏലിയാസ് അച്ഛാ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ എപ്രാസ്യമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മറിയന്ത്രേസ്യായേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപ്പാപ്പയെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പാതിര പിയോയെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മരിയ ജോൺ വിയാനി പുണ്യാള, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലിയോപോൾ മാണ്ടിക് പുണ്യാള, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിൻസെന്റ് ഫെറർ പുണ്യാള, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മറിയ മഗ്ദലനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കത്രീനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വേദവിദ്യ പാരംഗതന്മാരായ സകല പരിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യാസ്ത്രീകളും വിധവകളുമായ സകല പുണ്യമതികളെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദയാപരനായിരുന്ന് കർത്താവേ അവരുടെ പാപങ്ങൾ പൊറുത്തരുളണമേ. ദയാപരനായിരുന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടരുളണമേ. സകല തിന്മകളിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ. ഇനി നിങ്ങൾ കർത്താവേ അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ. അങ്ങേ നീതിയുടെ കാഠിന്യത്തിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ. വിധി ദിവസത്തിൽ കർത്താവേ അവരെ രക്ഷിക്കണമേ. ശുദ്ധീകരണത്തിലെ സകല ആത്മാക്കളെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജത്രൂഡ് കർത്താവ് വിശുദ്ധ ജത്രൂഡിനെ പഠിപ്പിച്ച പ്രാർത്ഥന, ജത്രൂഡിനെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചൊല്ലി. ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ഒരാൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കളെ ഈശോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന ഈശോയുടെ വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഓടിച്ചു ചൊല്ലി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ രാത്രിയിൽ ലോകം മുഴുവനിലും ഇരുന്ന് നമ്മൾ ഒന്ന് ചേർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എത്ര ലക്ഷം ആത്മാക്കളെ ഈശോയ്ക്ക് ഇന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ സാധിക്കുമെന്ന ബോധ്യത്തോടുകൂടി സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിലെ സകല ആത്മാക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധ ജത്രൂഡൻ ഈശോ പഠിപ്പിച്ച ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. നിത്യപിതാവേ, നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യബലികളോടും ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലെ എല്ലാ പാപികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലെയും എന്റെ തലമുറകളിലെയും സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. നമുക്ക് മുട്ടുമേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കൂടെ നമുക്ക് സ്വീകരിച്ച് അനുഗ്രഹമാക്കി മാറ്റാം.
ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ നിമിഷം കർത്താവിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ശുദ്ധീകരണത്തിലെ സകല ആത്മാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെ, പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഇരു കരങ്ങളിലും ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, യേശുവേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.